എല്ലാവർക്കും സുഖമാണ്. ഇത് ഏതാ സ്ഥലമെന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ ഇന്ത്യ അല്ല കേട്ടോ. പക്ഷേ ഇന്ത്യക്കാർക്ക് ഇവിടെ പോകാൻ വിസ ആവശ്യമില്ല. ഇന്ത്യയിൽ നിന്നും വെറും 2.5 മണിക്കൂർ യാത്ര കൊണ്ട് ഈ രാജ്യത്തേക്ക് എത്താം. നമ്മൾ മലയാളികൾക്ക് പോയി വരാൻ വളരെ അഫോർഡബിൾ ആയ ഒരു രാജ്യമാണ്. ലോകത്തുള്ള എല്ലാ ആപ്പിളുകളും ഉണ്ടായത് ഈ ഒരു നാട്ടിൽ നിന്നാണ്. ഫാദർ ഓഫ് ആപ്പിൾസ്. ആപ്പിളുകളുടെ ജന്മദേശം കൂടിയാണ് ഈ നാട്. ഈ കാണുന്ന ചർച്ച് നിർമ്മിച്ചിരിക്കുന്നത് പൂർണ്ണമായും മരം കൊണ്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതും ഒരു ആണി പോലും ഉപയോഗിക്കാതെ. സദാചാരമില്ലാത്ത നാടായതുകൊണ്ട് തന്നെ 2 മണിക്കും 3 മണിക്കും പാർക്കുകൾ ആളുകളെ കാണാം. കുതിരയിറച്ചി ധാരാളം കഴിക്കുന്ന രാജ്യമായതുകൊണ്ട് തന്നെ വെറും 400 രൂപക്ക് മാർക്കറ്റിൽ നിന്ന് ലഭിക്കും. ഇനി മാർക്കറ്റുകളിൽ ചെന്നാൽ തന്നെ മലയാളത്തിൽ പ്രിന്റ് ചെയ്ത ഈസ്റ്റേൺ മുളക് പൊടി, അതായത് പാക്ക്ഡ് പ്രൊഡക്ട്സ്, വസ്ത്രങ്ങള്, മരുന്നുകളെല്ലാം ഇവിടെ നിന്നാണ് ഈ രാജ്യത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് എന്ന്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ഐസ് സ്കേറ്റിംഗ് റിംഗ് ഇവിടെ ആയതുകൊണ്ട് തന്നെ ഏറ്റവും വേഗത്തിൽ സ്കേറ്റ് ചെയ്യാവുന്ന ഒരു ഇടം കൂടിയാണ്. നമ്മൾ കണ്ട ഒട്ടുമിക്ക റീലും ഷൂട്ട് ചെയ്തത് ഈ ലൊക്കേഷനിൽ നിന്നാണ്. ബിഗിനേഴ്സിന് വളരെ ചെറിയ പൈസയ്ക്ക് തന്നെ ഇവിടുന്ന് സ്കീയിങ് പഠിക്കുവാനും അതുപോലെ തന്നെ ഗ്ലേഷ്യറിലേക്ക് ട്രെക്ക് ചെയ്യാനും സാധിക്കും. ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ വളരെ ചീപ്പ് റേറ്റിൽ ഇവിടെ നിന്ന് നമുക്ക് പെട്രോൾ ലഭിക്കും. അതായത് ടാക്സിക്കും ഇവിടെ റേറ്റ് കുറവാണെന്ന്. നിങ്ങൾ ഈ രാജ്യത്തേക്ക് പോവുകയാണെങ്കിൽ ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പണി കിട്ടും. 1, ഈ നാട്ടുകാർക്ക് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ച് വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അതിനായി ഈ 2 ഭാഷകൾ നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്തിടുക. ഇവിടെ ഗൂഗിൾ മാപ്പിന് പകരം ഈ ആപ്പാണ് ഉപയോഗിക്കുക. പിന്നെ ഇവിടെ ഊബറും ഇല്ല. നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് വരുമ്പോഴോ മറ്റോ ഏതൊരു കാരണവശാലും പ്രൈവറ്റ് ടാക്സിക്കാരുടെ കൂടെ പോകരുത്. കാരണം അവർ നിങ്ങളെ പിടിച്ചു വെക്കുകയും പൈസ ആവശ്യപ്പെടുകയും ചെയ്യും. പിന്നെ നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ ഉപയോഗിക്കുമ്പോൾ മുതിർന്നവരെ കണ്ടാൽ എഴുന്നേറ്റ് നിന്ന് സീറ്റ് കൊടുക്കുക. സ്വന്തമായി കാർ റെന്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്ത്യക്കാർക്ക് ഫോട്ടോഗ്രാഫിക്സിന്റെ പരദീസിയായ ഇവിടുത്തെ ലേക്കും അതുപോലെ തന്നെ കാനിയോനും 1 ഡേ ട്രിപ്പായി കണ്ടുവരും. പാർക്കുകളിൽ പല ഭാഗത്ത് നിങ്ങൾക്ക് ഈ ഒരു ചിഹ്നം കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. 2ാം ലോക മഹായുദ്ധത്തിന് പങ്കുവഹിച്ച ഒരു നഗരമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ സൈനികരുടെ ഓർമ്മക്കായി എറ്റേണൽ ഫയർ ഇന്നും കെടാതെ കത്തിക്കൊണ്ടിരിക്കുന്നു. വെറും 300 രൂപയിൽ താഴെ മാത്രമാണ് ഈ ഹോസ്റ്റലിന് ഞാൻ നൽകിയത്. അതും സിറ്റിയുടെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന ഈ ഹോസ്റ്റൽ വളരെ വലിയ രാജ്യമായതുകൊണ്ട് തന്നെ ഒറ്റ പോക്കിൽ മുഴുവൻ കവർ ചെയ്യാൻ വളരെ പ്രയാസകരമാണ്. അതുകൊണ്ട് ഇവിടുത്തെ മുൻ തലസ്ഥാനവും പ്രധാന നഗരവുമായ ഈ ഒരു സ്ഥലത്തേക്ക് വളരെ ചീപ്പായി നമുക്ക് പോയി വരാം. ഈ രാജ്യത്തിന്റെ ഫുൾ ഐറ്റിനറി കിട്ടാൻ വേണ്ടി എന്നെ ഫോളോ ചെയ്ത് ലിസ്റ്റ് എന്ന് കമന്റ് ചെയ്താൽ മതി.